ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. മെസ്സിയെ പുകഴ്ത്തി ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അത്യാവശ്യം നല്ല വ്യൂസ് ആ വീഡിയോ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എനിക്ക് എൻ്റെ ചാനലിന് ഒരു 8ൻ്റെ പണി കിട്ടി. 8ൻ്റെ പണി വെച്ചാൽ 8ൻ്റെ പണി കിട്ടി. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കുത്തനെ ഇടിഞ്ഞു. ആകെ നമുക്ക് അത്ര മാത്രമേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിൽ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്കിന്ന് കുറഞ്ഞു. അത് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും. കണ്ടകശനി ലണ്ടനിൽ നിന്ന് ഓട്ടോ പിടിച്ച് വരുന്നതെന്നൊക്കെ പറയില്ലേ, അതേ അവസ്ഥയാണ് ഇപ്പോൾ. നല്ല പനി വന്ന് കിടക്കുമ്പോൾ ഞാൻ ഇത് കാണുന്നു. അതായത് ഇടി വെട്ടിയവനെ പാമ്പ് മേടിച്ചെന്ന അവസ്ഥയായി. എല്ലാവർക്കും അറിയാലോ, ഞാൻ യൂട്യൂബിൽ ഒരു തുടക്കക്കാരനാണ്, വളർന്നു വരുന്നതേ ഉള്ളൂ. ഫുട്ബോൾ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. അത്രമേൽ വെച്ചാൽ അത്രമേൽ പ്രിയപ്പെട്ടതാണ്. അതിലും വലുതാണ് എനിക്ക് മെസ്സി. എൻ്റെ ജീവനാണ് എനിക്കെൻ്റെ മെസ്സി. ഇതുകൊണ്ട് മെസ്സിയാണ് പ്രശ്നം എന്നല്ല ഞാൻ പറയുന്നത്. ഒരിക്കലും മെസ്സിയാണ് കാരണം ഞാൻ പറയുകയും ചെയ്യില്ല, പറഞ്ഞിട്ടുമില്ല. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ മെസ്സി അല്ലല്ലോ കാരണം. ഞാൻ പാടിയൊരു പാട്ടാണ് കാരണം. മെസ്സിയോടുള്ള അതിമീതമായ ആരാധന മുതൽ ഞാൻ ഒരു പാട്ട് പാടി. പക്ഷെ അതിനുള്ളൊരു പ്രത്യാഘാതം എന്ന നിലയിലാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്. ഫുട്ബോൾ ഫാൻ ബേസ് വളരെയധികം പാഷനേറ്റ് ആണ്. അതിപ്പോൾ ഒരാളെ മാത്രം പിന്തുണയ്ക്കുന്ന കണ്ടിട്ടുമ്പോൾ മറ്റൊരു വിഭാഗം, അതായത് ഇപ്പോൾ ബ്രസീൽ ഫാൻസ്, പോർച്ചുഗൽ ഫാൻസ്, അവരൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ നമ്മളെ അൺസബ്സ്ക്രൈബ് ചെയ്യാം, നമ്മളെ ബ്ലോക്ക് അടിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാമല്ലോ. അതൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്താൽ കുറച്ച് സങ്കടമുണ്ട്. കുറച്ചധികം സങ്കടമുണ്ട്. എന്താ വെച്ചാൽ ഒരു സബ്സ്ക്രൈബർ കിട്ടണമെങ്കിൽ അത്രമാത്രം പണിയിടുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. പക്ഷേ ഒരു കാരണവശാലും ഞാൻ അത് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന പരിപാടിയില്ല. ഒരു വലിയ ഗായകനൊന്നല്ല എങ്കിൽ പോലും മെസ്സിയോടുള്ള ഞാൻ പറഞ്ഞില്ലേ, മെസ്സി വെച്ച് എനിക്ക് അത്ര ജീവനാണ്. ഫുട്ബോൾ ലോകത്തെ വിഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഒരു പാട്ട് പാടിയത്. വലിയ പാട്ടെന്നല്ലെങ്കിലും ഞാനൊരു പാട്ട് പാടിയത് വിഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ പേരിൽ ഇനി എന്ത് തന്നെ പോയാലും, ഇനി ഈ ചാനൽ തന്നെ അടിച്ചു പോയാലും എനിക്കതൊരു വിഷയമല്ല. പോകേണ്ടതെല്ലാം പോകും, വരേണ്ടതൊക്കെ വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പോകേണ്ടതൊക്കെ പോട്ടെ, അതുകൊണ്ട് ഞാൻ ഇനിയും പാടും. ഇപ്പം നമ്മളെ മനസ്സിലുള്ള ഒരു ഒറ്റ കാര്യം, നാളത്തെ ആ ഫൈനലാണ്. ആ ഫൈനലിൽ എൻ്റെ മെസ്സി, നമ്മുടെ മെസ്സി വീണ്ടും ലോകകപ്പ് ഉയർത്തുന്നത് കാണാൻ വേണ്ടി എണ്ണ വെച്ച് കാത്തിരിക്കുകയാണ് നമ്മൾ. ഉറക്കം പോലും ഇല്ല. നാളത്തെ ദിവസത്തിന് വേണ്ടി അത്രമേൽ വലിയൊരു കാത്തിരിപ്പ്. വാമോസ് അർജന്റീന.